എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്കും നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് വളരെ മനോഹരമായ ഈദുൽ അദ്ഹ ആശംസാ പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ആപ്ലിക്കേഷനിൽ ഈദുൽ അദ്ഹയുടെ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇതര മതസ്ഥരായ സുഹൃത്തുക്കൾ അവരുടെ മുസ്ലിം സഹോദരങ്ങൾക്കായിട്ട് ഈദാശംസ പോസ്റ്റർ അയക്കുമ്പോൾ ഇപ്പോൾ ഈദുൽ ഫിത്തർ ആണോ അല്ല ഈദുൽ അദ്ഹയാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് അവർ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിൽ ഈദുൽ അദ്ഹയുടെ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് പോസ്റ്റർ എടുത്തിട്ടും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം വെബ്സൈറ്റിൽ 2 ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ താഴെ വന്നാൽ ആപ്ലിക്കേഷൻ 1 ഡൗൺലോഡ് ലിങ്ക്, ആപ്ലിക്കേഷൻ 2 ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ അല്ല. ആദ്യത്തെ ആപ്ലിക്കേഷൻ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും കൺഫ്യൂഷൻ ആവുന്നവർക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വിപുലമായ ആപ്ലിക്കേഷനാണ്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതൊന്നും ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ ആപ്ലിക്കേഷനാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ല. ഇതിൽ കാരണം കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് പോസ്റ്ററേ ഉള്ളൂ. പിന്നെ ഈദുൽ അദ്ഹയും ഫിത്തറും കൺഫ്യൂഷൻ ആകുന്നവർക്ക് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇതിലെ ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈദുൽ അദ്ഹയുടെ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാവും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചെറിയ ഫോട്ടോ ഒക്കെ ഇതിൽ വെക്കാൻ പറ്റും. നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ പോലെ വലുതായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കൺഫ്യൂഷൻ ആകുന്നവർക്ക് ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. 4 ഓപ്ഷനാണുള്ളത്. നമുക്ക് ഇതിലെ ആദ്യത്തെ ഓപ്ഷനിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രെയിമുകളാണ്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തത് നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി അറിയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൂന്നാമത്തത് പ്രൊഫൈൽ പിക്ചറാണ്. ഇനി ഞാൻ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വരെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഫ്രെയിമുകൾ ഇതിനകത്തുണ്ടാവും. 2 വിരൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയൊരു ഫ്രെയിമാണ്. ഇതിൻ്റെ അവസാനം ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഞാനൊന്ന് വളരെ പെട്ടെന്ന് ആ ഫ്രെയിമുകളൊക്കെ കാണിച്ചു തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈദ് മുബാറക്കും ഈദുൽ അദ്ഹയും മാത്രമേ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈദുൽ ഫിത്തറിൻ്റെയും പോസ്റ്റർ ഉണ്ടാവും. ഇതൊക്കെ ഈദുൽ അദ്ഹയുടെ പോസ്റ്ററാണ്. ഞാൻ ഇതിനകത്ത് വേറെയും കാണിച്ചു തരാം. നല്ല നല്ല ഒരുപാട് ഫ്രെയിമുകൾ ഇതിനകത്തുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ ചിത്രം പുറത്തും ഇതിൻ്റെ ഗ്രാഫിക്സ് മുൻഭാഗവുമായിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇമേജുകൾ ഫ്രെയിം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് നമുക്ക് തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് PNG ഫയൽ ഗാലറിയിൽ ഉണ്ടെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നമ്മുടെ ചിത്രം ഉണ്ടല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. നമ്മളെ മുഴുവനായിട്ട് ലഭിക്കുന്ന രീതിയിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ശേഷം മുകളിലെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇതിലും നല്ല നല്ല ഫ്രെയിമുകൾ ഉണ്ടാവും. നമ്മൾ ഫ്രെയിമിൻ്റെ മുൻഭാഗമായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഇപ്പോൾ ഈദുൽ അദ്ഹയുടെ പോസ്റ്ററുകളാണ്. ഇനി ഇതിൽ ഈദുൽ ഫിത്തറും കടന്നു വരും. ഇത് കണ്ടോ, ഈദുൽ ഫിത്തറാണ്. ഇത്തരം പോസ്റ്ററുകൾ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഇതിൽ നിന്ന് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഈദുൽ അദ്ഹയുടെ പോസ്റ്ററാണ്. ഇതുപോലെയുള്ള നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇതുപോലെ നോക്കി സെലക്ട് ചെയ്ത് അടിയിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഫ്രെയിം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാം. ഇനി സ്റ്റിക്കറുകളൊന്നും വേണ്ട, നിങ്ങൾക്ക് ടെക്സ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വലതുഭാഗത്തുള്ള ഡൺ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കും. സേവ് ചെയ്യണമെങ്കിൽ ഒരു പരസ്യം കാണണം, വീഡിയോ പരസ്യം. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലെ അഡ്രസ് ബാർ ഉണ്ടല്ലോ, അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ടെക്ക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട്, അതിനുശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം. അതിനുശേഷം വീണ്ടും ഡോട്ട്, അതിനുശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ലഭിക്കും. ഇപ്പോൾ ആദ്യം തന്നെ ഈദ് പോസ്റ്റർ മേക്കറിൻ്റെ പോസ്റ്റർ ഉണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്പം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഈദ് പോസ്റ്റർ മേക്കറിൻ്റെ ഇവിടെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഈ പേജ് ലഭിച്ചാൽ അല്പം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് 2 ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കുകൾ ലഭിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.